പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ചിന്ത മുമ്പേ പോയവരെ പിന്തുടർന്നാൽ നമുക്ക് മുമ്പിൽ പോകാം എന്നതാണ്. സങ്കീർത്തനങ്ങൾ 78, 70, 71, 72 വാക്യങ്ങളിൽ കർത്താവ് തന്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് കർത്താവ് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ദാവീദ് പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ജീവിതത്തിൽ എല്ലാവർക്കും മുന്നോട്ടു പോകാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ചിലരെ മാത്രമേ ദൈവം മുന്നിൽ പോകാൻ തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കാറുള്ളൂ. ഈ സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് ബൈബിളിലെ യോസഫിന്റെ ജീവിതം നോക്കാം. യൗവനത്തിൽ തന്നെ യോസഫിനെ ദൈവം വലിയ സ്വപ്നങ്ങൾ കാണിച്ചു. അവൻ തന്റെ സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ദൈവം അവനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് യോസഫിന്റെ ജീവിതത്തെ എളുപ്പമുള്ളതാക്കിയില്ല. സഹോദരന്മാർ അവനെ ദ്രോഹിച്ചു, അടിമയാക്കി വിറ്റു. തകർന്ന സ്വപ്നങ്ങളുമായി അവൻ അജ്ഞാത ദേശത്തെത്തി. എന്നാൽ യോസഫിന്റെ വിശ്വാസം ദൈവത്തിൽ ഉറച്ചു നിന്നു. ദൈവം അവനെ എല്ലായിടത്തും അനുഗമിച്ചു. അടിമയായപ്പോഴും ജയിലിലായപ്പോഴും ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ ദൈവം യോസഫിനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തി. അവനെ തന്റെ കുടുംബത്തെയും ഒരു രാജ്യത്തെയും രക്ഷിപ്പാൻ ദൈവം ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളിൽ പലരെയും മുന്നിൽ പോകാനും മറ്റാളുകൾക്ക് മാതൃകയാകാനും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനുമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അർത്ഥമാക്കുന്നത് നമ്മൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണമെന്നതാണ്. എന്നാൽ യോസഫിനെ പോലെ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം വെക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും, നമ്മെ അനുഗ്രഹിക്കും. സന്ദേശം: ദൈവം തെരഞ്ഞെടുത്തവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കില്ല. പരീക്ഷണങ്ങൾ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. ദൈവത്തിൽ ഉറച്ച വിശ്വാസം നമ്മെ വിജയത്തിലേക്ക് നയിക്കും. നമുക്ക് യോസഫിന്റെ ജീവിതം മാതൃകയാക്കി ദൈവം നൽകിയ തെരഞ്ഞെടുപ്പിൽ ഉറച്ചു നിൽക്കാം. ദൈവം നമ്മെ മുന്നിൽ സഞ്ചരിപ്പിക്കാൻ ഉപയോഗിക്കട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.